ഓക്കെ, അപ്പോൾ നമ്മൾ +2 പ്രോബബിലിറ്റീൻ്റെ പാർട്ട് 3 ഒരു 7 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അതിൽ ഞാൻ 3-4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മളെ സെലക്റ്റഡ് NCERT എക്സാംപ്ലർ പ്രോബ്ലമാണ്. അതിൽ 6ാമത്തെ ക്വസ്റ്റ്യന് 4 cards are successively drawn without replacement from a deck of 52 playing cards. ഷീട്ട് കളി അറിയാലോ. അതിൽ 4 കാർഡ് സെലക്ട് ചെയ്ത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ 4 cards are king? 4 കാർഡ് അതിൽ കിങ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് 4ഉം കിങ് ആവുന്നതിൻ്റെ പ്രോബബിലിറ്റി എത്രയുണ്ട്? ലൈഫ് ഈസ് എ പ്രോബബിലിറ്റി എന്നാണല്ലോ പറയാറ്. ടോട്ടൽ നമ്പർ ഓഫ് കിങ്സിൻ്റെ ഡെക്ക് എന്ന് പറയുന്നത് ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് ഈ 52-ൽ 4 കിങ് ഉണ്ട് ടോട്ടൽ. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സിൻ്റെ ഡെക്ക് എന്ന് പറയുന്നത് 52. ലെറ്റ് ഇ ബി ദ ഇവൻ ദാറ്റ് ഫോർ ഓൾ 4 cards ഡ്രോൺ ആർ കിങ്സ്. അപ്പോൾ POE എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം 4 കിങ്ങിന്ന് 4 ടോട്ടൽ കിങ്ങിന്ന് എത്ര കിങ്ങിനെ സെലക്ട് ചെയ്യണം? 4 കിങ്ങിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? അക്കോർഡിംഗ് ടു കോമ്പിനേഷൻ 4C4 വേസ്. അപ്പോൾ 4C4 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? മറ്റേ എന്താണ് 52ന്ന് എത്ര കാർഡ് ടോട്ടൽ സെലക്ട് ചെയ്യുന്നത്? 4. അപ്പോൾ അതെത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? അക്കോർഡിംഗ് ടു ദ ഐഡിയ ഓഫ് കോമ്പിനേഷൻ 52C4. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഫൈനലി നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കിട്ടും 1/270725. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് സിമ്പിളായിരുന്നു. അടുത്ത 7,000 10 coins ആർ ടോസ്ഡ്. അപ്പോൾ നമ്മളെ കോയിൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇന്നില്ല. ഓക്കെ, ഒരു കോയിൻ ഉണ്ട്. നമ്മൾ എന്താണ്, ഞാനിപ്പോൾ IPL മാച്ച് കണ്ടക്ട് ചെയ്യാണ്. നമ്മളെ എന്താണ് മുംബൈ ഇന്ത്യൻസും നമ്മളെ CSKയും ആണ്. ഞാൻ കാര്യം പറയില്ല, ഞാൻ CSKൻ്റെ ഫാനാണ്. അത് എന്താണ് ഇനി ഇതിൻ്റെ പേരിൽ ഇനി എന്താണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫാൻ ഫൈറ്റ് തുടങ്ങുമൊന്നും വേണ്ട. പക്ഷേ ഇതാ ഞാൻ കോയിൻ ഇട്ട് നോക്കാമല്ലോ. അപ്പോൾ എന്താ കോള്? ഞാൻ ഹെഡ് സൈഡിൽ നിന്ന് വിളിച്ചത്. എനിക്ക് ഇതേതാ കോയിന്? ഓക്കെ, ഹർബികളെ കോയിൻ വരുന്നുണ്ട്. ഇതേതായാലും ഞാൻ ടെയിലായിട്ട് കൂട്ടി എനിക്ക് കിട്ടിയിരുന്നത് ഹെഡ്സ്. അപ്പോൾ ഹെഡ്സ് ഇസ് ദ കോൾ. ഞാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തത്. ധോണി ബാറ്റിംഗ് സെലക്ട് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 8 ഹെഡ്സ്? ധോണി ആകുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ടോസ് ഇട്ടാൽ ചെങ്ങയ്ക്ക് ടോസ് കിട്ടാൻ പോകുന്നില്ലോ. അത് എന്ത് പറഞ്ഞിട്ടാണേലും മൈക്കില്ല. എന്താ സംഭവം, ലക്കാണോ അല്ലെങ്കിൽ വല്ല സൈക്കോളജി ആണോ എന്ന് അറിയില്ല. പക്ഷേ ചെങ്ങയ്ക്ക് എപ്പോഴും ടോസ് ജയിക്കാറില്ലോ. അറ്റ്ലീസ്റ്റ് 8 ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, ഞാൻ നോക്കാം. നമ്പർ ഓഫ് കേസസ് വെൻ 10 ഹെഡ് സോക്കർ. അപ്പോൾ നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ 10 പ്രാവശ്യം ഇങ്ങനെ കോയിൻ ടോസ് ചെയ്ത് ലക്ക് ഉണ്ടെങ്കിൽ 10 പ്രാവശ്യം ടോസ് ചെയ്യുന്നത് എന്ത് കിട്ടും? ഈ പറഞ്ഞ ഹെഡ്സ് കിട്ടും. പക്ഷെ അത് ഇത്ര അതായത് നമ്മളിപ്പോൾ അതായത് 1 കോടി ലോട്ടറി അടിക്കുന്നത് 1 ലക്ഷം ആൾക്കാരിൽ ഒരാൾക്ക് 1 കോടിനെ ലോട്ടറി അടിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ വൺ ചാൻസ്, ഒരൊറ്റ ചാൻസ്. അത് നമ്പർ ഓഫ് കേസസ് വെൻ 9 ഹെഡ് ഓക്കർ 10 പ്രാവശ്യം അങ്ങനത്തെ കേസ് ഉണ്ട്. നമ്പർ ഓഫ് കേസസ് വെൻ 8 ഹെഡ് ഓക്കർ അത് 45 കേസസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് 2/10. കാരണം എന്താ? അതായത് ഇപ്പോൾ നമ്മൾ 1 കോയിനെ ടോസ് ചെയ്യുന്നെങ്കിൽ ഒന്നിക്ക് ഹെഡ് അല്ല ടെയിൽ. അപ്പോൾ 2 സാധ്യത. 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2/2. പിന്നെന്താ n ടൈംസ് ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2/n. ഇവിടെ n 10 ആയതുകൊണ്ട് 2/10 അത്രയേ ഉള്ളൂ. ഇനി പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 8 ഹെഡ്, അതായത് അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം 8 എങ്കിലും വേണം. അപ്പോൾ 8ൽ കൂടാം, പ്രശ്നമില്ല. പക്ഷേ മിനിമം എത്ര വേണം? 8 വേണം. 9 ആവാം, പിന്നെ മാക്സിമം 10 വരെ ആവാം. അപ്പോൾ ഇതിനെല്ലാം സാധ്യത നമ്മൾ നോക്കണം. എന്തായാലും ഡിനോമിനേറ്ററിൽ ടോട്ടൽ പോസിബിലിറ്റി 2/10. പിന്നെന്താ ഈ പറഞ്ഞ എല്ലാം നമ്മൾ എറിയുന്നത് മൊത്തം ടോസ് ചെയ്യുന്ന മൊത്തം ഈ പറഞ്ഞ ഹെഡ് ആവാനുള്ള സാധ്യത 1 പ്രാവശ്യം. 9 ഹെഡ് വരാനുള്ള സാധ്യത 10 പ്രാവശ്യം. 8 ഹെഡ് വരാനുള്ള സാധ്യത 45. അപ്പോൾ 1 + 10 + 45. കാരണം ഇതെല്ലാം ഒരു ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണ്. അപ്പോൾ 1 + അഡീഷൻ ചെയ്യുക. 1 + 10 + 45 / 2/10. ഇത് ചെയ്യുന്ന സമയത്ത് 7/126 ആയിരിക്കും ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അടുപ്പിച്ചിട്ടില്ല. ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ 8. എ ലോട്ട് ഓഫ് 100 വാച്ചസ് ഇസ് നോൺ ടു ഹാവ് 10 ഡിഫക്റ്റീവ് വാച്ചസ്. 100 വാച്ച് ഉണ്ട്, അതിൽ 10 എണ്ണത്തിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള അടിച്ചു പണി ചെയ്യാനുണ്ട്, കുറച്ച് പണിയുണ്ട്. അതിൽ കുറച്ച് ഡിഫക്റ്റ് ഉണ്ട്, കുറച്ച് പ്രയാസങ്ങളുണ്ട്. ഇഫ് 8 വാച്ചസ് ആർ സെലക്റ്റഡ്, ഈ 100 വാച്ചിൽ 8 വാച്ച് സെലക്ട് ചെയ്ത്. അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ്റെ ഐഡിയ ഉപയോഗിക്കുന്നത്? സെലക്റ്റഡ് എന്ന് കാണുന്നുണ്ടോ? 1/1 വിതൗട്ട് റീപ്ലേസ്മെൻറ്റ്. നമ്മളിങ്ങനെ റീപ്ലേസ് ഒന്നും ചെയ്യുന്നില്ല. 1 എടുത്ത് 2 എടുത്ത് 100 വാച്ചിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാച്ച്, അടുത്ത വാച്ച്, അടുത്ത വാച്ച്, അടുത്ത വാച്ച്, ഇങ്ങനെ ഞാനിങ്ങനെ എടുത്തെടുത്ത് വരുവാണ്. അപ്പോൾ വാട്ട് ഈസ് പ്രോബബിലിറ്റി ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ് വാച്ച്? ഓക്കെ, ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സംഭവം ആൻസർ സിമ്പിളാണ്, പക്ഷേ കുറച്ച് ട്രിക്കിയാണ്. ഇതിൽ അറ്റ്ലീസ്റ്റ് മിനിമം 1 ഡിഫക്റ്റീവ് വാച്ചെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവുന്നില്ല പോസിബിലിറ്റി കണ്ടുപിടിക്കണം. ലെറ്റ് ഇ ബി ദ ഇവൻ ദാറ്റ് ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ് കാർഡ്. അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ 1 - PF നൺ ഓഫ് ദ വാച്ച് ഇസ് ഡിഫക്റ്റീവ്. ഇത് സിമ്പിളായിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നമ്മൾ പണ്ട് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നമ്മൾ
ഏതൊരു വേർഡ് തരും, ഇൻഡിപെൻഡൻസ് എന്നായിട്ട് പറഞ്ഞിട്ട് ഒരു വേർഡ് തരും. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് കണ്ടുപിടിക്കണം. പിന്നെ എന്താണ് ഈ ഓൾ വവൽസ് ടുഗദർ എന്ന് പറയുന്ന ഒരു കേസ്, ഓൾ വവൽസ് ടുഗദർ എന്ന് പറയുന്ന ഒരു കേസും കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് പാർട്ടൊക്കെ സെക്കൻഡ് പാർട്ടൊക്കെ. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഓൾ വവൽസ് നോട്ട് ടുഗദർ, ഓൾ വവൽസ് നോട്ട് ടുഗദർ. അപ്പോൾ ഇതെന്താ ചെയ്യുക, നമ്മളിത് സെപ്പറേറ്റ് ഇങ്ങനെ എന്താണ് വവൽസ് എല്ലാം വേറെ വേറെ ആക്കിയിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യല്ല. അതിലും കുറച്ചും കൂടി സിമ്പിളായില്ലേ മെത്തേഡ് ഉണ്ട്. ഈ എല്ലാ വവൽസിൽ നിന്നും ഓൾ വവൽസ്, അതായത് ഈ പറയുന്ന ടോട്ടൽ പോസിബിലിറ്റീസ്, ഇൻഡിപെൻഡൻസിൻ്റെ ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് എത്രയോ, അത് 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ എൻ്റെ നോർമ, വെറുതെ ഞാൻ തമാശ പറയണേ. ഇത് എന്താണ് കറക്റ്റ് ആൻസർ ആണെന്ന് എനിക്ക് യാതൊരു എന്താ പറയുന്നത് ഉറപ്പുമില്ല. പക്ഷേങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കേണ്ടിയിട്ട്, ജസ്റ്റ് നിങ്ങളെ സംഭവം നിങ്ങളെ ഐഡിയ എത്തിക്കേണ്ടിയിട്ട് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് ടോട്ടൽ പോസിബിലിറ്റീസ്. ഇതിന്ന് എന്ത് കുറച്ചാൽ മതി, ഓൾ വവൽസ് ടുഗദർ, ഓൾ വവൽസ് ടുഗദർ. അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു പെർമ്യൂട്ടേഷൻ ഉണ്ടാവുമല്ലോ, ഓൾ വവൽസ് ടുഗദർ. അപ്പോൾ എന്ത് കിട്ടും അവിടെ, നമ്മൾ ടോട്ടൽ എന്ന്, അതായത് ടോട്ടലുണ്ട്, ടോട്ടൽ എന്തെല്ലുണ്ട്, ഓൾ വവൽസ് ടുഗദറും വരുന്ന ആൾക്കാരുണ്ട്, ഓൾ വവൽസ് ടുഗദർ വരാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ഓൾ വവൽസ് ടുഗദറും ഓൾ വവൽസ് നോട്ട് ടുഗദർ ചേർന്നിട്ടാണ് ടോട്ടൽ കേസസ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെഡ്, നമുക്ക് സെഡും അറിയാം, എന്താണ് എക്സും അറിയാം. വൈ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സെഡിൽ നിന്ന് എക്സ് കുറച്ചാൽ മതി. നമ്മൾ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഓൾ വവൽസ്, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഐഡിയ എന്ന് പറയുന്നത്, ഓൾ വവൽസ് നോട്ട് ടുഗദർ കിട്ടണമെങ്കിൽ ടോട്ടൽ കേസസ് ഓൾ വവൽസ് ടുഗദറും കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓൾ വവൽസ് നോട്ട് ടുഗദർ കിട്ടും. അതേപോലത്തെ കേസ് അവിടെ. അപ്പോൾ ടോട്ടൽ കേസസ്, ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്, മാക്സിമം പ്രോബിലിറ്റി 1. അതിന് എന്ത് കുറച്ചാൽ മതി, പി ഓഫ് നൺ ഓഫ് ദ വാച്ച് ഡിഫക്റ്റീവ്. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 വാച്ച് ഡിഫക്റ്റീവ് കിട്ടണമെങ്കിൽ എന്താണ് എന്ത് കുറച്ചാൽ, ഒന്നിന്ന് എന്ത് കുറച്ചാൽ മതി, ടോട്ടലിൽ നിന്ന് ഒരു വാച്ചും ഡിഫക്റ്റീവ് അല്ലാത്തത്, ഒരു വാച്ചിനും പ്രശ്നമില്ലാത്ത ഒരു കേസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിക്കോളും. അതാണ് ഇത് ചെയ്യേണ്ട ഒരു സിമ്പിൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇത് ഓരോന്ന് കേസായിട്ട് എടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡും ഉണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുമ്പോൾ എന്താണ് മിനിമം 1, പിന്നെ 2 വാച്ച്, പിന്നെ 3 വാച്ച്, അങ്ങനെയുള്ള അത് ഭയങ്കര ലെങ്തി പ്രോസസ്സാണ്. അതായത് 8 വാച്ചിൽ അപ്പോൾ നമ്മൾ 1, 2, 3 വാച്ച് ഡിഫക്റ്റീവ്, പിന്നെ 4, അത് അങ്ങനെ പോയി 8 വാച്ച് ഡിഫക്റ്റീവ് വരെയുള്ള കേസ് എടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ് അത് വലിയ തലവേദനയായി. അപ്പോൾ അതിൻ്റെ പകരം സിമ്പിൾ ലോജിക് ഉപയോഗിക്കുക, ടോട്ടൽ എന്ന് ഇത് കുറക്കുക. അപ്പോൾ 1 മൈനസ് ഇത് ചെയ്യുന്ന സമയത്ത് 90C1 ഡിവൈഡ് ബൈ 100C1 ഹോൾ റൈസ് ടു 8. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 9/10 ഹോൾ റൈസ് ടു 8 എന്ന് പറഞ്ഞിട്ട് ഇത് അധികം സിംപ്ലിഫൈ ചെയ്ത് നിൽക്കേണ്ട, ഇത് ഇത്ര എഴുതിയിട്ട് അവസാനിപ്പിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തന്നിട്ടില്ല എന്ന് തോന്നുന്നത്. ബയസ് തീരത്തുനിന്ന് എന്നെ മാക്സിമം നിങ്ങളെന്താണ് 100% ചോദ്യം ഉറപ്പിച്ചോ ബയസ് തീരത്തുനിന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഞാൻ പിന്നെ അഥവാ ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാലായി. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ബയസ് തീരത്തുനിന്ന്. 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിന് ആകെ ഒരു പാടത്തുനിന്ന് വരുള്ളൂ. അത് ബയസ് തീരത്തുനിന്ന് തന്നെ മിക്കവാറും ആവാൻ ചാൻസ് ഇല്ലു. വേറെ എന്തെങ്കിലും വരുന്നതിൻ്റെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബയസ് തീരത്തുനിന്ന് ക്വസ്റ്റ്യൻ വരില്ല. ഈ ഒരു പേജും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ ഒരു പേജും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നത്. ഇതെല്ലാം ബയസ് തീരത്തിൻ്റെ വിവിധ തരം കാണുമ്പോൾ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ, അതായത് ബയസ് തീരം അറിയുന്ന കുട്ടികൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ ഒരു പേജും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഞാൻ നാളത്തേക്ക് ഞാൻ ഈ പാട് നിർക്കുന്നേരം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാരണം ബയസ് തീരത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്താൽ അത് എനിക്കൊരു മോശമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇത് അവിടുത്തം വരെ 11/50 വരെ കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മൾ പാഠം ഏകദേശം തീരാറായിട്ടുണ്ട്. പിന്നെന്താ, നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഈ പാഠത്തിലെ ബയസ് തീരത്തിന് ഫോക്കസ് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക. ബയസ് തീരം അറിയാണ്ട് നിങ്ങൾ പ്രോബബിലിറ്റി മറന്നേക്കും. പ്രോബബിലിറ്റി എന്താണ്, നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോബബിലിറ്റി തെറ്റിപ്പോകും ബയസ് തീരം പഠിച്ചിട്ടില്ലെങ്കിൽ. അവിടെ അത്ര സീരിയസ്നെസ്സിൽ കാണേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ബയസ് തീരം എന്ന് പറയുന്നത്. അത് വൃത്തിക്ക് തന്നെ പഠിച്ചാൽ മതി, അതിൽ യാതൊരു തരം സംശയം എനിക്കില്ല. അപ്പോൾ നമുക്കിനി ബാക്കി 3 ക്വസ്റ്റ്യൻസേ ബാക്കിയുള്ളൂ. നമുക്ക് നാളത്തേക്ക് തീർത്തിട്ട് +2 മാത്സ് ഏകദേശം തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എന്തായാലും മാർച്ച് 4-ാം തീയതി എന്താണ് കംപ്ലീറ്റ് +1 +2 എല്ലാം ഞാൻ തീർക്കാനാണ് എൻ്റെ പ്ലാൻ. ഞാൻ ഡെഡ് ലൈൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും അത് തീർക്കുന്നതായിരിക്കും എൻ്റെ ഡെഡ് ലൈൻ പ്രകാരം തന്നെ. അപ്പോൾ തൽക്കാലത്തേക്ക് ഗുഡ് ബൈ.